നമസ്കാരം, ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കോ വിവാദത്തിൽ പ്രതികരിച്ച ഡാപ്സി. എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ചോദിച്ച പണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തരുകയും ഞാൻ പ്ലേബാക്ക് പാടുകയും ചെയ്തു. തന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെയായിരുന്നു പ്രതികരണം. ആ ഗാനം ഒഴിവാക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അതോടൊപ്പം തന്നെ അണിയറ പ്രവർത്തകരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പാട്ടിന്റെ കമ്പോസർ ഞാനല്ല. അതിന്റെ പോരായ്മകൾ പരിഹരിക്കേണ്ടത് കമ്പോസറുടെ ഉത്തരവാദിത്തമാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? മലയാളം കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രം, മിഖായേലിന്റെ പ്രീക്വൽ, മോളിവുഡിന്റെ റോക്കി ബൈ ആകുന്ന ഉണ്ണി മുകുന്ദൻ എന്നിങ്ങനെ വളരെയധികം ഹൈപ്പ് ബിൽഡിംഗ് നടന്ന ചിത്രമാണ് മാർക്കോ. ഡാപ്സി പാടിയ ചിത്രത്തിലെ ബ്ലഡ് എന്ന ഗാനത്തിന് നിരവധി നെഗറ്റീവ് കമന്റുകളാണ് നേരിടേണ്ടി വന്നത്. ഉടൻ തന്നെ KGF ഫെയിം സന്തോഷ് വെങ്കി ആലപിച്ച ഗാനത്തിന്റെ മറ്റൊരു പതിപ്പ് പുറത്തിറക്കി. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ കന്നഡ ഇൻഡസ്ട്രിയിലെ തന്നെ പ്രമുഖ ഗായകനായ സന്തോഷ് വെങ്കിയെ കൊണ്ടുവന്ന് പല ഭാഷയിൽ ഗാനം ആലപിച്ച് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ ആകുമോ എന്ന സംശയത്തിലാണ് പ്രേക്ഷകർ. ഇതിനു പിന്നാലെ ഡാപ്സിയെ അനുകൂലിച്ചും സന്തോഷ് വെങ്കിയെ പ്രശംസിച്ചും നെറ്റിസൺസ് എത്തി. ഈ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളെല്ലാം തന്നെ മാർക്കോ മാർക്കറ്റിംഗ് ടീമിന്റെ പ്രൊമോഷൻ വർക്കാണെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും മലബാർ സംഗീത ശൈലിയെ മെയിൻ സ്ട്രീം സംഗീത പ്രേമികളിലേക്ക് ലയിപ്പിച്ച ഡാപ്സിയെ പോലെ ഒരു കലാകാരനെ താഴ്ത്തിക്കെട്ടി വേണ്ടായിരുന്നു ഈ ഒരു പബ്ലിസിറ്റിയും പ്രൊമോഷനും.